മീഡിയ വൺ ഹിഫ് സൂപ്പർ കപ്പിൽ KMCC മലപ്പുറം ഫൈനലിൽ KMCC കോഴിക്കോടിനെ തോൽപ്പിച്ചാണ് ഫൈനൽ പ്രവേശനം. മീഡിയ വൺ ഹിഫ് സൂപ്പർ കപ്പിന്റെ ആവേശകരമായ സെമി ഫൈനലിൽ KMCC കോഴിക്കോടിനെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് ഇപ്പോൾ KMCC മലപ്പുറം ഫൈനൽ കടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഹിഫ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ ഒരു മത്സരത്തിലാണ് മലപ്പുറത്തിന്റെ ഫൈനൽ പ്രവേശനം. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ അടിച്ച് സമനില പാലിച്ചു. ആദ്യം KMCC മലപ്പുറം മുന്നിലെത്തുന്നു. അതിന് തൊട്ട് ഇഞ്ചുറി ടൈമിൽ, അതായത് മത്സരം തീരാൻ 1 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ KMCC കോഴിക്കോട് സമനില പിടിക്കുന്നു. അധിക സമയത്ത് ഇരു ടീമുകളും ഗോളടിക്കാതെ സമനില പാലിക്കുന്നു. പക്ഷേ പിന്നീട് ഷൂട്ടൌട്ടിലേക്ക് കടക്കുന്നു. ഷൂട്ടൌട്ടിലെ ആദ്യ കിക്കുകൾ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം ഗോളാക്കി മുന്നേറുന്നു. എന്തായാലും പിന്നീട് നിർണായകമായ സേവിലൂടെ മലപ്പുറത്തിന്റെ ഗോൾ കീപ്പർ അവരുടെ രക്ഷയ്ക്കെത്തുന്നു. ഇപ്പൊ മലപ്പുറത്തിന്റെ ആരാധകർ വലിയൊരു ആവേശത്തിലാണ്. അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫൈനൽ പ്രവേശനമാണ്. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയമാണ്. ഈ കപ്പ് ഞങ്ങൾ മലപ്പുറം അടിക്കുന്നവർ അടിക്കും. എങ്ങനെയാണ് ഒരു മികച്ച സേവനയുടെ ഒരു വിജയശില്പിയായി മാറിയിരിക്കുകയാണ്. എന്താ തോന്നുന്നത്? നിർണായകമായ സേവനയുടെ വിജയം. സന്തോഷം. കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേപോലെ സെമിഫൈനലിൽ പനാജിയോട് ശക്തരായ എതിരാളികളാണ് ഫൈനലിൽ. തൃശൂർ ആരാധകരും അതോടൊപ്പം തന്നെ കാണികളും എല്ലാം വലിയ ആവേശത്തിലാണ്. അവരുടെ ആരവങ്ങളാണ്, വിജയ ആരവമാണ് ഇപ്പോൾ കാണുന്നത്. ദോഹ സ്റ്റേഡിയത്തെ അക്ഷരാർത്ഥത്തിൽ അവർ ഒരു ആരവത്തിൽ മുക്കിയിരിക്കുകയാണ്. ഒരു പക്ഷേ ടിപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഏറ്റവും കടുത്ത പോരാട്ടം, ഏറ്റവും ആവേശം നിറഞ്ഞ പോരാട്ടം, ഗാലറി മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ് ഒരു പക്ഷേ കാണികൾക്ക് ഉൾക്കൊള്ളാൻ, ദോഹ സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ആരാധകരെത്തിയ ഒരു മത്സരം. ആ മത്സരത്തിൽ ഇതിന്റെ വീറും വാശിയും തുടക്കം മുതൽ തന്നെ പ്രകടമായിരുന്നു. നിശ്ചിത സമയത്ത് സമനില പാലിക്കുന്നു. ഏറ്റവും നിർണായകമായ ഷൂട്ടൌട്ടിൽ മലപ്പുറം നിർണായകമായ വിജയം സ്വന്തമാക്കുന്നു. ഇനി 13-നുള്ള കലാശ പോരാട്ടമാണ്. കലാശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ TJSV തൃശൂരാണ് മലപ്പുറത്തിന്റെ എതിരാളികൾ. എന്തായാലും ഫലത്തിനായി കാത്തിരിക്കാം. ദോഹ സ്റ്റേഡിയത്തിൽ നിന്നും ഫൈസൽ ഹംസ, മീഡിയ വൺ.